ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുരുക്കുമുറുക്കുകയാണ് ED. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ ദിവസം നമ്മൾ ജയറാമിന് നോട്ടീസ് അയക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ആന്റോ ആന്റണി ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ടാണ്, അതും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. കാരണം അവിടെയാണല്ലോ തന്ത്രി പണം നിക്ഷേപിച്ചിരുന്നു. ആ പണമാണ് ഈ ആന്റോ ആന്റണിക്ക് നൽകിയത് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോഴിതാ എസ് ജയശ്രീക്കും കൽപേഷിനും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഇവർ ഹാജരാകണം എന്നാണ് ആ നിർദ്ദേശവും നൽകിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ആണ് ചേരുന്നത്. നവമിയിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. അതിനു മുമ്പ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിൽ മറ്റൊന്ന് എന്നത് ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദം തന്നെയാണ്. അതിലും വിജിലൻസ് അന്വേഷണം നടക്കുന്ന പശ്ചാത്തലം ഉണ്ട്. ആ വിശദാംശങ്ങളും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞു വെച്ചു പോകേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ നവമിയിലേക്ക് പോകുമ്പോൾ നവമി, നിയമ നടപടികൾ, അതായത് ഇതിൻ്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറ്റക്കാരിലേക്ക് എത്തുക, കുറ്റക്കാർക്ക് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇവർ എന്നത് കണ്ടെത്തുക, അതിന് കൃത്യമായി തെളിവുകൾ തയ്യാറാക്കുക, ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അവിടെയാണല്ലോ ജയശ്രീയെയും കൽപേഷിനെയും അടക്കം വിളിക്കുന്നത് ഗൗരവതരമായി മാറുന്നത്. അഭിലാഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട EDയുടെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും ഒടുവിലായി നടൻ ജയറാമിന് ചൊവ്വാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന്റെ ബന്ധം എന്ത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ജയറാമിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അതിന് പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള മറ്റ് രണ്ടുപേരെ, ഒന്ന് എസ് ജയശ്രീ, മറ്റൊന്ന് കൽപേഷ്, ഇവർക്കും തിങ്കളാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ED നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയ ജയശ്രീ മിനിറ്റ്സ് തിരുത്തി എന്നതായിരുന്നു അന്വേഷണ സംഘം SIT കണ്ടെത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ ആയി ഇപ്പോൾ ജയശ്രീ സുപ്രീം കോടതിയെ വരെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെയൊക്കെ വിധി അല്പസമയം മുമ്പ് വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ED കടക്കുമ്പോൾ ജയശ്രീയോട് തിങ്കളാഴ്ച ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിലാണ് ഈ ജയശ്രീ തിരുത്തൽ വരുത്തിയത്. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നുള്ളതായിരുന്നു ഈ മിനിറ്റ്സിൽ SIT കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ EDയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ED ജയശ്രീയെ വിളിച്ചു വരുത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൊടുത്തുവിടാൻ ഇങ്ങനെ ഒരു മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയത് എന്തിനാണ്, ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണ്, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാമ്പത്തിക നേട്ടം ജയശ്രീക്ക് ലഭിച്ചിട്ടുണ്ടോ, ഇതൊക്കെയായിരിക്കും ED പ്രധാനമായും അന്വേഷിക്കുന്നത്. 2017 ജൂലൈ മുതൽ 2018 ഡിസംബർ വരെയായിരുന്നു ജയശ്രീ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നത്. അതിനുശേഷം 2020 വിരമിക്കുന്നത് വരെ തിരുവാഭരണം കമ്മീഷണറായും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരാള് കൽപേഷാണ്. ഈ കൽപേഷിനെ നമുക്കറിയാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അപഹരിച്ചു കൊണ്ടുവന്ന ഈ സ്വർണം ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് നൽകുകയും അവിടെ നിന്ന് മാറ്റിയെടുത്ത ഈ സ്വർണം ഈ ബെല്ലാരിയിലെ ഗോവർദ്ധന കൈമാറിയത് കൽപേഷാണ്. അങ്ങനെ കൽപേശ്വരി ഇടനിലക്കാരനായാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൽപേഷിനെയും ചോദ്യം ചെയ്യാൻ ED തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇരുവരോടും തിങ്കളാഴ്ച ED ഓഫീസിൽ ഹാജരാകുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവർക്ക് പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഇതിൽ സാമ്പത്തിക ലാഭം എത്ര കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക. ഇതിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് ED എത്തി നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇതിന് മുന്നിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, കൃത്യമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരുവരെയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അഭിലാഷ്. യെസ്, അതേസമയം ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിട്ടുണ്ട്. ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും അറസ്റ്റ് തടഞ്ഞിട്ടുള്ള ഉത്തരവ് നീട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ജയശ്രീ SITക്ക് മുന്നിൽ ഹാജരാകണം എന്ന നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള മറ്റു വിഷയത്തിലേക്ക് കൂടി നമ്മൾ പോകുമ്പോൾ, ശബരിമലയിലെ കട്ടിളപ്പാളി വിവാദം, അതോടൊപ്പം തന്നെ
ഈ വിഗ്രഹങ്ങൾക്ക് പുറത്ത് സ്വർണം പതിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോൾ അത് ഇടത് സർക്കാരിനെയായിരുന്നു ഒന്നടങ്കം വലിയ തോതിൽ പ്രതിരോധത്തിൽ ആക്കിയത്. പ്രത്യേകിച്ച് CPIM നേതാക്കളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കം സ്വർണം പൊതിയുകയും അത് മോഷ്ടിക്കപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ. അതേസമയം നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.